തിരുവനന്തപുരം കോർപ്പറേഷനിലെ നഗരസഭാ സെക്രട്ടറി അടക്കം 12ഓളം സ്ക്വാഡുകൾ പ്രവർത്തിച്ച് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് കേശവദാസപുരം, വഴുതക്കാട്, പാളയം, അതുപോലെ തന്നെ നാലാഞ്ചിറ, കിഴക്കേക്കോട്ട, കോട്ടൺ സ്കൂൾ തുടങ്ങിയ വെള്ളയമ്പലം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം ഇങ്ങനെ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ രാത്രികാല തട്ടുകടകളെ പരിശോധിച്ചതിന് ഒരു ബിഗ് സല്യൂട്ട്, ഒരു കയ്യടി. പക്ഷെ ഒരു കാര്യം മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും പരിശോധിച്ചവരും മനസ്സിലാക്കണം, അത് വളരെ പ്രധാനമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ത്യയിലെ ഏത് നഗരത്തെക്കാളും ലളിതമായി ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരമാണ്. രാത്രിയായാൽ ഒരു ബഹളവുമില്ലാത്ത, സന്ധ്യ കഴിഞ്ഞാൽ ഒരു 7-8 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളവുമില്ല. ഈസ്റ്റ് ഫോർട്ടിൽ കുറച്ച് പേര് കാണും എന്നുള്ളതൊഴിച്ചാൽ പാളയത്ത് പോലും അങ്ങനെ ആളുകൾ കാണുന്ന ഒരു സ്ഥലമേ അല്ല തിരുവനന്തപുരം. നൈറ്റ് ലൈഫ് ഒട്ടും തന്നെ ഇല്ലാത്തൊരു സിറ്റിയാണ്. എന്നാൽ നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ, ടെക്നോ പാർക്കുകളിൽ വർക്ക് ചെയ്യുന്നവർ, കോളേജ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നവർ, പണിയെടുക്കുന്നവർ, അങ്ങനെ തുടങ്ങിയ വലിയൊരു വിഭാഗം യൂത്തും അതുപോലത്തെ ആളുകളും ഉള്ള ഒരു ജില്ല കൂടിയാണ്, ഒരു തലസ്ഥാനം കൂടിയാണ്. 8 രൂപ മുതൽ 12 രൂപയ്ക്ക് വരെ ദോശ കിട്ടും. 8 രൂപയ്ക്ക് ദോശ കിട്ടിയാൽ 5 ദോശ വേണ്ട, 4 ദോശ മതി. എന്നാലും ഇനിയിപ്പോൾ രാത്രി 5 ദോശ കഴിച്ചാൽ പോലും 40 രൂപ കഥ കഴിയും. ചായ കൂടി വാങ്ങിയാൽ അത് ഒരു 10 രൂപ, 50 രൂപയ്ക്ക് കഥ കഴിക്കാം. വട, പപ്പടം ഒക്കെ കൂടെ വാങ്ങിയെന്ന് വിചാരിക്കുക, 60-70 രൂപയ്ക്ക് എന്തായാലും ഭക്ഷണം കിട്ടും. ഇന്ത്യയിൽ ഒരു നഗരത്തിലും ഇത്ര ചീപ്പായി രാത്രി ഭക്ഷണം കിട്ടാറില്ല. ഇനി ചില കടകളിൽ 10 രൂപ ആക്കിയിട്ടുണ്ട്, ആ ചിലത് 12 രൂപ. എന്തായാലും 10-60 രൂപയ്ക്ക്, 70-75 രൂപയ്ക്കകത്ത് രാത്രി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു സിറ്റിയാണ്. വൃത്തിയുടെ പ്രശ്നങ്ങളുണ്ട്. പഴകിയ ഭക്ഷണം കൊടുക്കാറില്ല, കാരണം അവർ വയ്ക്കുന്നത് തീരാറുണ്ട്. മിക്കവാറും ഈ രാത്രി കടകളൊക്കെ 11 മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും കടകളിൽ തീരാറുണ്ട്. ബാലൻസ് അധികം വരാറില്ല. എന്തെങ്കിലും കുറച്ച് ചിക്കനോ അതെങ്ങനെ എന്തെങ്കിലും വരുന്നില്ല. മിക്കവാറും എല്ലാം ചമ്മന്തി, സാമ്പാർ ഇതെല്ലാം തീരുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമില്ല. പക്ഷേ ശുചിത്വത്തോടു കൂടിയാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും, പഴകിയ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നത് അതിൻ്റെ വേസ്റ്റോട് കൂടി കട്ട് ചെയ്തിടുകയാണോ എന്നതൊക്കെ സംബന്ധിച്ചൊക്കെ ചില അന്വേഷണങ്ങൾ അത്യാവശ്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പല നഗരങ്ങളിലും, രാജ്യത്ത് പുറത്തുമുള്ള പല നഗരങ്ങളും നോക്കുമ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള തട്ടുകടകൾ കൊടുത്തിട്ടുണ്ട്. അത് ആ സ്ഥലം അവർക്ക് പതിച്ചു കൊടുക്കത്തില്ല, എല്ലാ കാലത്തും പതിച്ചു കൊടുക്കത്തില്ല. പക്ഷേ ചില ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ ഫുഡ് ബസാറുകൾ, ഫുഡ് പാർക്കുകൾ അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കഴക്കൂട്ടം മുതൽ എടുത്താൽ, കഴക്കൂട്ടം പറയുന്നത് ടെക്നോ പാർക്ക് ഉള്ളതുകൊണ്ടാണ്, കഴക്കൂട്ടം വരെ എടുത്താൽ ഈസ്റ്റ് ഫോർട്ട് വരെ കണക്കാക്കുകയും ഇപ്പുറത്ത് പേരൂർക്കട കണക്കാക്കി അങ്ങനെ ഒരു സർക്കിൾ, ഒരു 4-5 കിലോ. കഴക്കൂട്ടം വളരെ ദൂരെയാണ്, അവിടെ പക്ഷേ കുറച്ച് സ്ഥലത്ത് മതി, ബാക്കി സിറ്റിയിൽ മതി. സിറ്റിയുടെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലും, പ്രത്യേകിച്ച് കേശവദാസപുരം, വഴുതക്കാട്, വെള്ളയമ്പലം ഇങ്ങനെ തുടങ്ങി, കോട്ടൺ സ്കൂളിൻ്റെ അവിടെ, പിന്നെ പാളയം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് തട്ടുകടകൾ ഇങ്ങനെ ഉള്ളത്, വ്യാപകമായിട്ടുള്ളത്. കേശവദാസപുരത്തൊക്കെ വളരെ വ്യാപകമായി, പരുത്തിപ്പാറയിൽ ധാരാളം തട്ടുകടകളുണ്ട്, രാത്രി പ്രവർത്തിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ 10-12 പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കരുത്. സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്നത് പാവങ്ങളുടെ പട്ടിണി, പാവങ്ങളുടെ വയറ്റിനെ ഇല്ലാതാക്കുക. കാര്യം ചൂടോടുകൂടി കിട്ടുന്നതാണ്, ഫ്രഷാണ്. ഇത് പാചകം ചെയ്യുന്നതിലുള്ള സ്ഥലത്തിൻ്റെയും ആ പാത്രങ്ങളുടെയും മറ്റു കാര്യങ്ങളിൽ ഉണ്ടാകുന്നൊരു ശുചിത്വത്തെക്കുറിച്ച് കൂടി മാത്രം കൺസേൺ ആവുക. ബാക്കി വളരെ ഭംഗിയായി അവർക്കിത് നടത്തുവാനുള്ള ഒരു സാഹചര്യം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ കൊടുക്കുമ്പോൾ ഈ ഹൈജീൻ ഒരു വളരെ വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അത് വേണം, ഹൈജീൻ വേണം. പ്രത്യേകിച്ച് പകർച്ചവ്യാധിയൊക്കെ ഉള്ള സമയത്ത് ഹൈജീൻ വളരെ പ്രധാനമാണ്. വേണമെങ്കിൽ അവർക്ക് യൂണിഫോമിനെ കുറിച്ച് ആലോചിക്കാം. അത് അവരോട് തന്നെ പറഞ്ഞാൽ, യൂണിഫോം ഇടണം, തലമുടി കെട്ടിവെക്കണം, അല്ലെങ്കിൽ തലയിൽ ക്യാപ്പ് ഇടണം, ഹെയറിൻ്റെ പുറത്ത് വീഴാതിരിക്കാൻ ക്യാപ്പ് വയ്ക്കണം. പിന്നെ അവരുടെ ഹെൽത്ത് വേണമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലോ മറ്റോ അവർക്ക് ഹെൽത്ത് ചെക്കപ്പ് നടത്തണം, കാർഡ് കൊടുക്കണം, അതെല്ലാം വേണം. എന്തെല്ലാം അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാത്ത എന്തെല്ലാം കാര്യം ചെയ്യാമോ അതൊക്കെ ചെയ്യണം. പക്ഷേ നടത്തിക്കൊണ്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതി ഉണ്ടാകരുത്. തീർച്ചയായിട്ടും പരിശോധന നടക്കട്ടെ. പരിശോധന ഗുണകരമാക്കി ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തുള്ള ഒരു മോഡലിലുള്ള തട്ടുകടകൾ
കൊടുക്കാൻ പറ്റിയാൽ, പല സ്ഥലങ്ങളിൽ ലൊക്കേഷനുകളിൽ അവർക്ക് അനുവദിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഈ തട്ടുകടകൾ നടത്തുന്നവരുടെ പേരൊന്ന് രജിസ്റ്റർ ചെയ്യിച്ചിട്ട് അവരുടെ കൂടി സഹായത്താൽ ബാങ്ക് ലോൺ എടുത്തോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഓൺ ടൈം കോർപ്പറേഷൻ കുറച്ച് പ്രോജക്റ്റ് വച്ചാലും കുഴപ്പമില്ല. ഇപ്പം സ്ഥിരമായി നടത്തുന്നവരെ സെലക്ട് ചെയ്ത് അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന രീതിയിൽ ഓൺ ടൈം പ്രോജക്റ്റിൻ്റെ ബങ്കുകൾ ഉണ്ടാക്കി കൊടുത്താലും കുഴപ്പമില്ല. സ്റ്റാൻഡർഡൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് പക്ഷേ ആവശ്യമാണ്. കാരണം നഗരത്തിൽ ധാരാളം ആളുകൾ രാത്രികാലങ്ങളിൽ ഈ ഭക്ഷണം കഴിച്ചാണ് ലോ ബഡ്ജറ്റിൽ അവർ ജീവിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ ദോശയ്ക്ക് പൈസ കുറവായിരിക്കും, 10 രൂപയുള്ളായിരിക്കും. പക്ഷേ ചട്നി കിട്ടില്ല, മറ്റെന്തെങ്കിലും കറി കൂടെ മേടിക്കണം. മുട്ടക്കറിയോ കടലക്കറിയോ ഗ്രീൻ പീസോ തക്കാളിയോ മറ്റ് കറി മേടിക്കണം. അപ്പോൾ അതിന് 75-80 രൂപയൊക്കെ ആവും, ചിലർക്ക് 100 രൂപ വരെയൊക്കെ ആവും. അതൊരു പ്രാക്ടിക്കലായ കാര്യം ഞാനീ പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന പ്രാക്ടിക്കൽ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തട്ടുകടകൾ തീർച്ചയായിട്ടും അനുവദിക്കണം. അത് ചെറിയ ചെറിയ തട്ടുകടകൾ അനുവദിക്കുക. അതിൽ ചെയ്യേണ്ടതും നടത്തേണ്ടതുമായ ഈ പീഡനമാവരുത്. അവരുടെ അന്വേഷിച്ച് പോകുന്ന പീഡനമാവുകയും കൈക്കൂലി പരിപാടിയും അഴിമതിയും ആകാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ കൃത്യമായി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഫുഡ് സംവിധാനം തിരുവനന്തപുരത്ത് വളരെ ഹൈജീനുള്ള ഫുഡ് കിട്ടുന്നതിനുള്ള ഔട്ട്ലെറ്റുകൾ ധാരാളമായി ഉണ്ടാകട്ടെ. എനിക്ക് മറ്റൊരു നിർദ്ദേശം കൂടി കോർപ്പറേഷനുള്ളത്, ഒരു ഫുഡ് ബസാർ 2-3 കേന്ദ്രങ്ങളിലായിട്ട് ഫുഡ് ബസാർ ഉണ്ടാക്കിയാലും നല്ലതാണ്. കേശവദാസപുരം, കഴക്കൂട്ടം, കേശവദാസപുരം, ഉള്ളൂർ മെഡിക്കൽ കോളേജ്, പാളയം ഭാഗത്ത്, പിന്നെ ഈ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ ഭാഗത്ത്, പിന്നെ കരമന ഭാഗത്ത്, അങ്ങനെ ഒരു 10, 15, 20 സ്ഥലം സെലക്ട് ചെയ്ത് നിരവധി കടകളുള്ള ഫുഡ് ബസാറുകൾ പ്ലാൻ ചെയ്താലും മനോഹരമായിരിക്കും. അതാകുമ്പോൾ ആളുകൾക്കും ബുദ്ധിമുട്ടില്ല, വാങ്ങുന്നവർക്കും ബുദ്ധിമുട്ടില്ല, കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഫുഡ് ബസാറുകൾ തിരുവനന്തപുരത്ത് അനുവദിച്ചാൽ വളരെ മനോഹരമായിരിക്കും. പാളയത്തൊക്കെ അതിനൊക്കെ ഉള്ള സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ്റെ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, അല്ലെങ്കിൽ സ്വകാര്യ സ്ഥലങ്ങളുണ്ട്, വാടക കെട്ടിടങ്ങളുണ്ട്, ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഒരു പ്രോജക്റ്റ് ആയി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫുഡ് ബസാർ പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് വരട്ടെ. തട്ടുകടകളെ പീഡിപ്പിക്കരുത്, എന്നാൽ പരിശോധന ആവശ്യവുമാണ്.